അല്ല, ജലീൽ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ജലീൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം നടത്തിയ ഒരു സമൂഹത്തിന് എതിരെ നടത്തിയ ഏറ്റവും മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് അതിനെ കാണാൻ പറ്റും. അത്രത്തോളം അദ്ദേഹം തരം താഴും എന്ന വിശ്വാസം എനിക്കില്ല, ഞാനത് കേട്ടിട്ടില്ല. കേരളത്തിൽ പല മുന്നണികളുമുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പി വി അൻവർ ഈ തമിഴ്നാട്ടിൽ പോയി രാഷ്ട്രീയം പ്രാപിക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ നിൽക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട്. ഇവിടെ നമ്മളൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിലോ ഒരു ജില്ലയിലോ ഒരു സംസ്ഥാനത്തോ നിൽക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ ഭരണക്രമം എന്താണ്? രാജ്യത്തിൻ്റെ പാർലമെൻറ്റ്, അതിൻ്റെ താഴെ സ്റ്റേറ്റ്, അതിൻ്റെ താഴെ ഡിസ്ട്രിക്റ്റ്, അതിൻ്റെ താഴെ വരുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ. ഇതാണല്ലോ നമ്മുടെ ഒരു ഭരണക്രമം. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിനോ ഒരു ജില്ലക്കോ ഒരു സ്റ്റേറ്റിനോ ഉള്ളതല്ല. നമ്മളൊരു രാഷ്ട്രീയപരമായ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥാപിതമായ വ്യവസ്ഥിതിക്കനുസരിച്ച് വേണം നമ്മൾ അതിനെ ഷേപ്പ് ഔട്ട് ചെയ്യാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന കമ്മ്യൂണൽ ഇഷ്യൂസും വർഗീയതയും തന്നെയാണ്. അതിനെ കൃത്യമായി അതിനെതിരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ടും ആ ഒരു മൈൻഡിലൊരു വ്യക്തി എന്ന നിലക്ക് ഞാനല്ല വേറെ ആരായാലും അന്വേഷിക്കും. അത് ഇന്ന് തെരഞ്ഞാൽ കാണാവുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റാലിൻ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 40 സീറ്റാണ് അവിടെ, 23 സീറ്റിലാണ് ആ പാർട്ടി മത്സരിച്ചത്. ബാക്കി 17 സീറ്റും ഘടകകക്ഷികൾക്ക് കൊടുത്തിരിക്കുന്നു. സത്യത്തിൽ അവിടെയുള്ള ഘടകകക്ഷികളുടെ അവസ്ഥ എനിക്കറിയാം. ഒരു 5ഓ 8ഓ സീറ്റ് പോലും കൊടുത്താൽ തൃപ്തരാകും മൊത്തം അവിടെയുള്ള എല്ലാ ഘടകകക്ഷികൾക്കും. പക്ഷേ എന്താ അദ്ദേഹം ചെയ്തത്? ഒരു വോട്ട് പോലും പോകരുത്, ഒരു കമ്മ്യൂണിറ്റി പോലും നഷ്ടപ്പെടരുത്, ഒരു സാമൂഹ്യ സംഘടനയുടെ വോട്ട് പോലും ബി ജെ പിയിലേക്ക് പോകരുത്. ബി ജെ പിയുടെ എൻട്രി അങ്ങനെ തന്നെ അങ്ങോട്ട് സീൽ ചെയ്തു. എന്തുമാത്രം വലിയ സാക്രിഫൈസ് ആ പാർട്ടി നടത്തിയത്. തിരിച്ച് നിങ്ങൾ കേരളത്തിലേക്ക് ആലോചിച്ച് നോക്കൂ. എന്ത് വില കൊടുത്തും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർലമെൻറ്റിൽ ഒരു സീറ്റ് നേടാൻ കഴിയാത്ത ബി ജെ പിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ സമവാക്യങ്ങളെ തെറ്റിക്കാൻ ചില്ലറ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ തൃശ്ശൂർ പൂരം തന്നെ കലക്കി, അതിനൊരു ADGPയെ വിട്ട് അതിന് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരയച്ചത് കലക്കി അവർക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ആർക്ക് സാധിച്ചു? കേരളത്തിലെ CMന് സാധിച്ചു. ഒരു തർക്കം ആർക്കില്ലല്ലോ. അപ്പോൾ അത് രണ്ടുമാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ CPM മുഖ്യമന്ത്രി PCC അങ്ങനെ പ്രമുഖന്മാരുമായിട്ടാണ് താങ്കൾ നിഷേധിച്ചാലും അവരൊക്കെ പ്രഗത്ഭർ തന്നെയാണ്. അപ്പോൾ ഒരു പാർട്ടി രൂപീകരിക്കുക അല്ലെങ്കിൽ അതൊരു കൂട്ടായ്മയിലേക്ക് മാറുക എന്നൊക്കെ പറയുമ്പോഴും അതിന് നിയമപരമായ കാര്യങ്ങളുണ്ട്. അത് സംഘടന നിയമപരമായ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും ഒരു പൊതുയോഗത്തിൽ ആ സംഘടന പ്രഖ്യാപിച്ചാൽ പോലും അതിൻ്റെ രജിസ്ട്രേഷനിൽ ഒക്കെ കേസിലേക്കും മറ്റുമൊക്കെ പോകാം. നിയമവിരുദ്ധമായി നിർദ്ദേശം തേടിയിരുന്നു. അല്ല, അതൊക്കെ ഭയപ്പെട്ടിട്ട് അതൊക്കെ ബാധിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ 3 വർഷത്തെയാണല്ലോ. അപ്പം ഇതിൻ്റെയൊക്കെ ആകത്തുക ചുരുക്കുന്നതാണ്. ഞാനിതൊക്കെ നിർത്തിയിട്ട് ആ സാധനം തൊക്കിൽ വെച്ചിട്ട് എം എൽ എ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നല്ലേ? അങ്ങനെ ഇരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾക്ക് നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമുക്ക് കുറച്ച് പിൻബലം വേണം. അതിൻ്റെ ഒരു പിൻബലം ഈ പറയുന്നത്, ഇപ്പോൾ ഒരു നിയമസഭയിൽ ഞാനൊരു നിയമസാമാജികന എന്ന നിലയ്ക്ക് എനിക്ക് കുറേ നിയമ സംരക്ഷണമുണ്ട്. ആ സംരക്ഷണ വലയം എത്രത്തോളം നിലനിർത്താൻ കഴിയുമോ അത്രത്തോളം നോക്കും. ആ സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അപ്പം അത് ബ്രേക്ക് ചെയ്യും. അതല്ലാതെ കാലാകാലം ഇത് താങ്ങി പിടിച്ചിരിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇന്നത്തെ ഒരു സാഹചര്യം ഇപ്പോൾ 8ഓ 10ഓ കേസിൻ്റെ പേരിലുണ്ട്. ഇനി എത്ര കേസുകൾ അതിൻ്റെ പണിപ്പുരയിലാണെന്നറിയില്ല. ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ടെക്നിക്കലായിട്ട് ലീഗലായിട്ട് എന്നുള്ള നോക്കുന്നത്? എന്താ പറയുക, അത് കളരിപ്പയറ്റും കുംഫും കരാട്ടെ എല്ലാം കൂടെ പഠിച്ചിട്ടില്ല ഒരു കളി കളിച്ച് നോക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ലീഗൽ റൈറ്റ് ഉണ്ടെങ്കിൽ പോലും നാളെ രാവിലെ തന്നെ എന്നെ സസ്പെൻഡ് ചെയ്യപ്പെടാം നിയമസഭയിൽ നിന്ന്. ഒരു തർക്കമില്ല. എന്നെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ സീറ്റ് മാറ്റിയത് എന്തിനടിസ്ഥാനത്തിലാണ്, പ്രതിപക്ഷ ബെഞ്ചിലേക്ക് എന്തടിസ്ഥാനത്തിലാണ് എന്നെ മാറ്റിയത്, അതിൻ്റെ കാരണം അറിയിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് മറുപടി കിട്ടുമോ നോക്കട്ടെ. ആ മറുപടിക്കനുസരിച്ചായിരിക്കും ഈ നിലപാട് സ്വീകരിക്കുക. അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഈ പറയുന്ന നിയമപരിരക്ഷയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചാൽ പോലും നാളെ പൊളിറ്റിക്കലി എന്നെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രതീക്ഷ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതിയിലാണ്.
ആ നിയമപരമായ പോരാട്ടം നമ്മൾ നടത്തും. സ്പീക്കർക്കാവും. അത് സ്പീക്കറാണ് എൻ്റെത്. അറിയിച്ചിട്ടില്ല. എന്തിനു മാറ്റിയെന്നും അറിയിച്ചിട്ടില്ല. താങ്കൾക്കെതിരെ ഇതുവരെ ഒരു വർഗീയ ചാപ്പയായിരുന്നു CPM ചാർജ് തന്നത്. താങ്കളുടെ പിന്നിൽ വർഗീയ സംഘടനകളായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ MK സ്റ്റാലിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ പിണറായി വിജയനേക്കാൾ ഈ ഫാസിസ്റ്റ് വിരുദ്ധനായി കാണപ്പെടുന്ന ആളാണ്. ഈ സ്റ്റാലിനുമായിട്ട് DMK ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ പുതിയതായിട്ട് എന്ത് ചാപ്പയാണ് പ്രതീക്ഷിക്കുന്നത്? പലതും ആക്കാന്ന് അവർക്ക് എന്ന് പറയാതെ. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുസ്ലിം വിട്ടുപോയാൽ ഓൻ സുഡാപ്പി, ഒരു ഹിന്ദു വിട്ടുപോയാൽ ഓൻ സംഘി, ഒരു ക്രിസ്ത്യാനി CPM വിട്ടാൽ ഓൻ ക്രിസംഗി. ആ പടി ഇറങ്ങുന്നതിന് മുമ്പ് കുത്തും. ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് കുത്തിക്കാളും. അത് കുറേ ആളവർ കുത്തി. അപ്പം അതുകൊണ്ട് തന്നെ അതിനാദ്യം എന്താ പറയുക നേരിട്ടത്. വീട്ടിൽ ജോലി ചെയ്തിരുന്ന എന്താ പറയുക പിന്നാക്ക സമുദായത്തിൽപ്പെട്ട കാളിക്കുട്ടിയുടെ മുലപ്പാൽ ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് എന്നെ കൊണ്ട് അവർ പറയിച്ചതാ. അപ്പോൾ അതിലൊക്കെ ഇപ്പോൾ അവർ പരാജയപ്പെട്ടു. ഇനി അവർക്കൊരു വഴിയില്ല. ഇനി ആകെ വഴി എന്താ? കേസിൽ കുടുക്കി ജയിലിലടക്കുക എന്നുള്ളത്. അവർ നോക്കട്ടെ എന്ന്. നമുക്ക് നോക്കാം. ആരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തില്ല. ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ആദ്യം നിങ്ങൾ ചോദിക്കും ആരാ പിന്നിൽ, ആരുമായിട്ടാണ് ചർച്ച. ഞാനിപ്പോൾ ഈ പോകുന്നു അതിൽ പലരും നമ്മളെ വിളിച്ച് ഈ പറയുന്ന പോലെ പിന്തുണ അറിയിക്കുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോകാം, ഞങ്ങളൊന്ന് നോക്കട്ടെ, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. ഞാൻ വാർത്തയിൽ കണ്ടത് അല്ല. അതൊന്നും അവർക്ക് ബാധകമല്ലെങ്കിൽ എല്ലാ കാലത്തും അവരെ സഹായിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് AP വിഭാഗം, നമുക്കറിയാലോ. അപ്പോൾ അവരെ കൊണ്ടൊക്കെ അങ്ങനെ പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടാവും. ഞാൻ ആ മാഗസീൻ ഞാൻ കണ്ടില്ല. മുഖ്യ സ്റ്റാലിനെയും പിണറായി വിജയനും തുടർച്ചയായി താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത്തരം താരതമ്യത്തിലൂടെ CPM ഒരു വിഭാഗം അതിന്റെ പരമായി താങ്കളുടെ മുമ്പിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും കൂടെ ചോദിച്ചാൽ എൻ്റെ മൈൻഡ് പോയി. MK സ്റ്റാലിനെയും പിണറായി വിജയനും കണ്ണനെടുത്ത് എങ്ങനെ MK സ്റ്റാലിനെയും പിണറായി വിജയനും സംഘപരിവാർ വിരുദ്ധരെ പേരും മറ്റു ഇപ്പോൾ തുടർച്ചയായി താരതമ്യം ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ഉദ്ദേശം കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ അടർത്തി താങ്കളൊപ്പം കൂട്ടാനാകുമെന്നുള്ള പ്രതീക്ഷയാണോ? ഉണ്ടല്ലോ, എന്തിനും അടർത്തുന്ന ആൾറെഡി ഉണ്ടല്ലോ. ആയിരക്കണക്കിന് സഖാക്കളുണ്ട്. അവരിതുവരെ നടത്തിയിരുന്ന പ്രചരണം ഞാൻ ലീഗാവും, ഞാൻ ജമാഅത്ത് ഇസ്ലാമി ആകും, ഞാൻ കോൺഗ്രസിലേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സഖാക്കളെ ഒരു പരിധിവരെ അവർ തടഞ്ഞു നിർത്തിയിരുന്നത്. ആ വിഷയം ഇന്നത്തോടു കൂടി അവസാനിക്കല്ലേ. സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. താങ്കൾ ഈ ഒരു മൂവ്മെന്റ് പേര് വരുമ്പോൾ പിണറായി വഴി ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കില്ല. അല്ല, ഞാൻ അങ്ങനെ ഒരു സ്റ്റാലിനെ കണ്ടിട്ട് ഇറങ്ങിയല്ല ഇതിന്. അങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ എൻ്റെ മൂവ്മെൻ്റ് ആയിട്ട് പോകും. അതിൽ ഒരു തർക്കമില്ല. ആരെ എവിടെ തടുത്താലും അടുത്ത വാതിൽ എനിക്ക് തുറക്കും, എനിക്കറിയാം. ഇല്ലെങ്കിൽ നമ്മളെ തുറപ്പിക്കും. ഇല്ലെങ്കിൽ ഈ അടഞ്ഞു കിടക്കുന്ന വാതിൽ ഈ ജനത്തിനെയും കൂട്ടിയിട്ട് ഞാൻ പോരാട്ടം തുടരും. അതിലൊന്നും PV എന്ന് പറഞ്ഞ് ഒരു മടിയില്ല, ഒരു ബേജാറുമില്ല. കാരണം എനിക്ക് ഇതിലെന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ ഞാൻ ഷെയ്ക്കാവും. എനിക്കതൊരു കാലിച്ചായൻ്റെ ഉദ്ദേശം ഇതിലില്ലാത്തടത്തോളം കാലം. ഇപ്പം മഞ്ചേരി ഇന്നത്തെ പരിപാടി നടക്കുക. എനിക്ക് കടം ഇല്ലെങ്കിൽ തന്നെ കടത്തിൻ്റെ മുകളിൽ അടുത്ത കടം കയറുകയാണ്. ഒരു 10 സെൻറ്റ് വിൽക്കാമെന്ന് വിചാരിച്ചാൽ യാതൊരു മാർഗ്ഗമില്ല. എല്ലാത്തിലും കൊടുത്തിട്ട് മിച്ചഭൂമിയാണ് കേസിട്ട് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ 4 വഴിക്കും എന്നെ ലോക്കാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് ഈ എന്താ പറയുക ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ 7 കൊല്ലമായി നിങ്ങളൊക്കെ പാടെ പൂട്ടിച്ച പാർക്ക് സുപ്രീം കോടതി വരെ പോയിട്ട് അതിപ്പോൾ തുറക്കാനുള്ള ഓർഡർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്ന് സർവേ നടത്തി ഇത് ഡിസാസ്റ്ററിലല്ല എന്ന് ഒഫീഷ്യലി അവർ അത് സർട്ടിഫൈ ചെയ്ത് കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് ആ ഫയൽ കൈമാറി. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ CMൻ്റെ അണ്ടറിലായതുകൊണ്ട് CMൻ്റെ ഇനീഷ്യൽ വേണം. ആ സാധനം അദ്ദേഹത്തിന് മേശപ്പുറത്ത് കിടക്കുകയാണ്. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ 2 ദിവസം പടന്നാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇനി അത് കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഗവൺമെൻറ്റിൽ അത് ഒപ്പിടുന്നത് തോന്നുന്നുണ്ടോ? അപ്പം ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് CPMന് വേണ്ടിയിട്ട് കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ എത്ര ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്കറിയാലോ. കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരാൾക്കും ഉന്നയിക്കാൻ കഴിയാത്ത ഒരാളും ഉണ്ടല്ലോ. ഇപ്പോൾ വലിയ പാർട്ടി സ്നേഹം പറയുന്ന 10-7 ഉണ്ടല്ലോ അവിടെ. ഈ പ്രതിപക്ഷത്തിനെതിരെ കാതലായ വിഷയങ്ങൾ വരുമ്പം മെല്ലെ ഒഴിഞ്ഞു മാറുക എന്നല്ലാതെ പ്രതിപക്ഷത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട്
4 വർത്താനം പറയാനുള്ള സീരിയസ് ആയി പറഞ്ഞ ഒരു നേതാവിനെ അവിടെ കാണിച്ചിരുന്ന നിയമസഭയിൽ ഒരാളുണ്ടോ? കാരണം എന്താ, ഇതൊക്കെ സോപ്പിംഗാണ്. ഇതിൽ കുറേ നെക്സസ് ഈ പറഞ്ഞതുപോലെ. അപ്പോഴും അവിടെ രക്തസാക്ഷി ആരാ? പി വി അൻവർ. ഇപ്പം ഈ സാധാരണ ഈ സഖാക്കൾക്കും വേണ്ടി പറഞ്ഞപ്പോൾ എന്നെ ചവിട്ടി പുറത്താക്കി. എന്നിട്ട് പാർട്ടി ഇതെന്ത് പാർട്ടിയത്? ഇതെന്ത് പാർട്ടിയാണ്? കണ്ണൂരിൽ ഞാൻ പറയട്ടെ, കണ്ണൂരിൽ കഴിഞ്ഞ 3 വർഷം 4 വർഷത്തിനിടക്ക് RSS BJP സംഘടനത്തിൽ എല്ലാ കേസുകളും BJP പ്രവർത്തകർ പ്രതികളായിട്ട് എല്ലാ കേസും വെറുതെ വിട്ടിരിക്കുകയാണ്. എന്നാലോ കമ്മ്യൂണിസ്റ്റുകാർ പ്രതികളായിട്ടുള്ള മുഴുവൻ ശിക്ഷിച്ചിരിക്കുകയാണ്. ഇതെൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല. ആ കണ്ണൂരിൽ നിന്ന് എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ നേരിൽ വന്ന് കണ്ടും എൻ്റെ ടീമിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഖാക്കളെടുത്തുള്ള വിവരമാണ്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? അപ്പം ഇതാ പറയുന്നത്. ഇതെല്ലാം സഖാക്കൾ മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നു. ഇനി അവർ തീരുമാനിക്കട്ടെ എന്ന്. പൊന്നു സുഹൃത്ത്, അതിപ്പോൾ കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ. നമുക്ക് ഇന്നത്തെ കാര്യത്തിൽ ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്കിനി അവിടെ 3 മണിക്കൂർ പ്രസംഗിക്കാൻ, ഇല്ലെങ്കിൽ തന്നെ തൊണ്ട വയ്യ.